Hello, my dear students. Welcome back to Quick Touch. So, today we will discuss about CBSE 10th Chemistry first chapter, Chemical Reactions and Equations. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞങ്ങൾ റിപ്ലൈ തരുന്നുണ്ട്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സോ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന കുറച്ച് സിറ്റുവേഷൻസ് ആണ്. അതായത് കെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്നുണ്ട് അല്ലേ. ഈ ഒരു വേൾഡ് എന്താ പറയുക, ഹോൾ വേൾഡ് എന്ന് പറയുന്നത് അണ്ടർ കെമിസ്ട്രിയാണ്. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് ആണ് പറയുന്നത്. സോ ഫസ്റ്റ് വൺ, മിൽക്ക് ഈസ് ലെഫ്റ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ ഡ്യൂറിങ് സമ്മേഴ്സ്. നമ്മുടെ മിൽക്ക് കേടായിട്ട് അത് തൈരായിട്ട് മാറുന്നത് വരെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് സംഭവിച്ചിട്ടാണെന്ന് പറയുന്നത്. കൂടുതലും സമ്മേഴ്സിൽ, ചൂട് കാലത്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിൽക്ക് കേടായിട്ട് പോകും. അതേപോലെ തന്നെ നമ്മുടെ ഗ്രേപ്സ് ഫെർമെൻ്റ് ആവുന്നത്, ഫുഡ് കുക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഡൈജഷൻ, റെസ്പിറേഷൻ, ഇതൊക്കെ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻസിനെ ബേസ് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതുവരെ മനസ്സിലായല്ലോ. ഇനി പറയുന്നത് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്. യെസ്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചതുപോലെ കെമിക്കൽ ചേഞ്ചസും ഫിസിക്കൽ ചേഞ്ചസും നമുക്ക് എന്താണെന്ന് അറിയാം. അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ, എന്താണ് ഫിസിക്കൽ ചേഞ്ചസ്, എന്താണ് കെമിക്കൽ ചേഞ്ചസ് എന്ന്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസ് നടന്നിട്ടാണ് ഒരു ഫിസിക്കൽ റിയാക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, എന്താണ് കെമിക്കൽ ചേഞ്ചസ് അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഫിസിക്കൽ ചേഞ്ചസ് എന്ന് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചതാണ്. എന്നാൽ നമുക്കൊരു ഷോർട്ടായിട്ട് നമുക്കൊന്ന് പഠിക്കാം. ഒരു റിയാക്ഷനിൽ ഫിസിക്കൽ ചേഞ്ചസ് അല്ലാന്നുണ്ടെങ്കിൽ കെമിക്കൽ ചേഞ്ചസ് നടന്നു നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ അതിനായിട്ട് കുറച്ച് പോയിന്റ്സ് ആണ്. അതായത് ഒരു റിയാക്ഷനിൽ ഫിസിക്കൽ ചേഞ്ചസ് നടന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ഫസ്റ്റ് പോയിന്റ് ആണ് നോ ചേഞ്ചസ്. അതായത് ആ ഒരു റിയാക്ഷനിൽ ഒരു ചേഞ്ചും നടക്കില്ല. അതേപോലെ തന്നെ നോ ന്യൂ പ്രൊഡക്റ്റ്. അതായത് ഒരു ഫിസിക്കൽ ചേഞ്ച് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ തന്നെ ഒരു പുതിയ ഒരു പ്രോഡക്റ്റും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ എന്തായിരിക്കും? യെസ്, അത് റിവേഴ്സിബിൾ ആയിരിക്കും. ഓക്കെ, അത് റിവേഴ്സിബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. വാട്ടർ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? അത് വേപ്പറായിട്ട് മാറും. ആ വേപ്പർ കൂളാവുമ്പോൾ എന്താവും? തിരിച്ച് വാട്ടറായിട്ട് തന്നെ പോകും. അപ്പോൾ ഇതാണ് ഒരു ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഒരു ഫിസിക്കൽ ചേഞ്ച് ആ ഒരു റിയാക്ഷനിൽ നടന്നു എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ആ ഒരു ചേഞ്ച് നടന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷനിൽ ഒരു ചേഞ്ച് ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്കത് പറയാം അവിടെ ഫിസിക്കൽ ചേഞ്ചസ് നടന്നിട്ടുണ്ടെന്ന്. അതേപോലെ തന്നെ അവിടെ പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടായിട്ടില്ല, ആ ഒരു റിയാക്ഷൻ റിവേഴ്സിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഫിസിക്കൽ ചേഞ്ച് ആണ് നടന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഒരു വാട്ടർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? അത് വേപ്പറായിട്ട് വരില്ലേ, അത് തിരിച്ച് കൂളാവുമ്പോൾ തിരിച്ചത് നമുക്ക് വാട്ടറായിട്ട് കിട്ടുന്നുണ്ട്. സോ ദിസ് ഈസ് ഫിസിക്കൽ ചേഞ്ചസ്. ഇവിടെ നടക്കുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ചസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ്, നമുക്കൊരു കെമിക്കൽ ചേഞ്ച് നോക്കിയാലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ പോയിന്റ്സ് നോക്കി നോക്കാം. കെമിക്കൽ ചേഞ്ചസ് നടന്നു എന്നറിയാൻ വേണ്ടിയിട്ട് അതിൽ ചേഞ്ചസ് ഉണ്ടാവും. അതായത് ഒരു റിയാക്ഷനിൽ ഒരു ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് നടന്നു എന്ന്. എന്തായിരിക്കും നെക്സ്റ്റ് പോയിന്റ്? എന്തായിരിക്കും? യെസ്, അവിടെ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു റിയാക്ഷനിൽ കെമിക്കൽ ചേഞ്ചസ് നടന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അവിടെ ഒരു ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ അവിടെ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടായിട്ടുണ്ടാവും, ഒരു ന്യൂ പ്രോഡക്റ്റ് ഉണ്ടായിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു റിയാക്ഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറിവേഴ്സിബിൾ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇറിവേഴ്സിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു എന്താണ്, ഒരു റിയാക്ഷനിൽ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടായി, ഇതിലൊരു ചേഞ്ച് വന്നാൽ നമുക്ക് എന്താണ്, കെമിക്കൽ ചേഞ്ച് നടന്നു എന്ന് നമ്മൾ വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കി നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ആണ് എന്താണ്, ബേണിംഗ് ഓഫ് പേപ്പർ.
അതായത് ഒരു പേപ്പർ നമ്മൾ എന്താണ് കത്തിക്കാണ്, ബേണിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഈ ഒരു പേപ്പർ ബേൺ ചെയ്തിട്ട് അവിടെ ആഷസ് ഉണ്ടാവില്ലേ, അല്ലേ? പേപ്പർ കത്തിക്കഴിഞ്ഞാൽ ആ ഒരു ആഷ് ഉണ്ടാവില്ലേ? അപ്പോൾ എന്താണ് ഈ ഒരു പ്രോഡക്റ്റ്, നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് പേപ്പർ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് പേപ്പർ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് കെമിക്കൽ ചേഞ്ചസ് നടന്നു എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റിയാക്ഷനിൽ കെമിക്കൽ ചേഞ്ച് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പേപ്പറിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് പറയുമ്പോൾ അത് ആഷ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചേഞ്ച് വന്നു, പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടായി. ഇനി ഈ ഒരു റിയാക്ഷൻ നമുക്ക് ഒരിക്കലും എന്താണ് തിരിച്ച് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് കിട്ടില്ല, അത് ഇറിവേഴ്സിബിൾ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, കെമിക്കൽ ചേഞ്ചസ് നടന്നു. അപ്പോൾ ഒരു കെമിക്കൽ ചേഞ്ചസ് നടക്കുമ്പോഴാണ് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ഫിസിക്കൽ ചേഞ്ചസ്, എന്താണ് കെമിക്കൽ ചേഞ്ചസ് എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.